മെമ്മീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വെറും കേക്ക് നമ്മുടെ മാത്യൂസ് കേക്കാണ്. ട്രിവാൻഡ്രം ഈ സ്കൂളിൽ ഭയങ്കര ട്രെൻഡിങ് ഒക്കെയാണ്. നമ്മളത് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് കുറേ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞാനും ഭാവിയും ബേബിയും ഒക്കെ ഒരു ചോക്ലേറ്റ് ലവറാണ്. പക്ഷേ ബാക്കി അമ്മയും അങ്ങിയും അമ്മമ്മയൊക്കെ വാനില സ്ട്രോബെറി ആ ഫ്ലേവറൊക്കെ. അമ്മ ഭയങ്കര വാനില അഡിക്റ്റാണ് കേട്ടോ. നമ്മൾ കോവിഡ് ടൈമിൽ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. കുറേ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫാമിലിക്കും എല്ലാ ബർത്ത്ഡേക്കും ഒക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കോവിഡ് ടൈമിൽ. പക്ഷെ പിന്നെ ടച്ചൊക്കെ പോയി. പക്ഷെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ഇരിപ്പുണ്ട്. അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സാധനം വാങ്ങിക്കേണ്ടി വന്നില്ല. ബട്ടർ മുട്ടയൊക്കെ വാങ്ങിക്കേണ്ടി വന്നു, വേറെ ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. മാത്യൂസ് കേക്ക് ആയതാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ കേക്കായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വെച്ചിരുന്നത് 2024. ഇപ്പോൾ 2024 കഴിഞ്ഞ് 2025 ന്യൂ ഇയർ ആവാറായപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാറിലെ ഫ്രണ്ട്സ്, ഒരു പോലീസാണ് ഇപ്പോൾ എത്രാമത്തെ അബദ്ധം ഇത്. ഞാൻ കുറേ അബദ്ധം പറഞ്ഞു. നിങ്ങളെൻ്റെ വീഡിയോസ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എത്രാമത്തെ അബദ്ധമെന്നറിയാം പറയുന്നത്. അപ്പം ഞാനിന്ന് ഇതിനെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്കായിട്ടാണ് ഇതിന് ഞാൻ പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എന്തായാലും ഇനി കിച്ചണിൽ പോകാം. കിച്ചണിൽ വാവയും അമ്മയും പിന്നെ അങ്ങയും ഉണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കിച്ചണിൽ പോവാം. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കിച്ചണിൽ വന്നപ്പോൾ അമ്മയും വാവയും കൂടി അങ്ങി പോയിട്ടുണ്ട്. അമ്മയും വാവയും കൂടി എന്തൊക്കെയോ അടിപൊളിയായിട്ട് അതിൻ്റെ സെറ്റൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടൈമിൽ എനിക്കൊരു 5-4 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് 9 വയസ്സാവാറായി. അപ്പോൾ ഈ 5-4 വയസ്സിലൊക്കെ ഇവരെന്നെ അടുപ്പിക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഇതൊക്കെ ഉണ്ടോണ്ട് എന്നെ അടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, അത് നോക്കിയാൽ അപ്പം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഇതിലിട്ട സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇട്ടത് മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, കോഫി പൗഡർ നമ്മൾ ഇട്ടത് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു റെസിപ്പിന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ അളവുണ്ട്. ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനെ അടുത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ പറയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ബീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മ അപ്പോഴത്തേക്കിനും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അപ്പോഴത്തേക്കും പിന്നെ രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ നമ്മൾ മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇത് ലാസ്റ്റത്തെ 4ാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം, ബീറ്റ് ചെയ്തില്ല വാനില എസൻസ് ഒഴിക്കണം. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി വാനില എസൻസ് നമ്മൾ ഒഴിക്കും. അത് ഒഴിക്കണം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവാണ്. അയ്യോ, ബീറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് പരാതിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അമ്മ ചെയ്തോന്ന് അറിയോ. ഞാൻ ഇങ്ങനെ നൈസിന് ചോദിച്ച അമ്മ ഞാൻ ബീറ്റ് ചെയ്തോട്ടെ. അപ്പൊ അമ്മ ചെയ്തോന്ന് പറഞ്ഞു എനിക്ക് തന്നു. ഞാൻ പണ്ടൊന്നും വീട്ടിൽ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സിയിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര കുറച്ച് ഇട്ടെടുത്തോട്ട്. ഇത്രയും ഞാനാണ് ബീറ്റ് ചെയ്തത്. നോക്കിക്കേ, നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടെടുക്കാൻ പോവാണ്. ഇത്രയും ഞാൻ മിക്സ് ചെയ്തെന്ന് എനിക്ക്
പറ്റുന്നില്ല. ഞാനൊരു ഷെഫാണ്. അപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി. ഇതൊരു ക്രീമി രൂപത്തിലായിട്ടുണ്ട്. കൺസിസ്റ്റൻസി. അപ്പൊ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി. അപ്പൊ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി. ഒന്നുകൂടെ കൺസിസ്റ്റൻസി. അപ്പൊ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. കണ്ടോ? കൺസിസ്റ്റൻസി. ഓക്കെ ഫ്രണ്ട്സ്. ബീറ്റിലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ആയപ്പോൾ ഒരു മിക്സി ഉണ്ട്. ആ മിക്സി ഞാൻ വേറെന്തോടെ എടുത്ത് അതിനകത്ത് സാധനം കറക്കി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഓവനൊന്നും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കേടായിരിക്കുമായിരുന്നു. അപ്പോൾ അത് കേടായിപ്പോയി. പക്ഷെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇപ്പം കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഓവൻ. ഇതൊരു ഓവനാണ്. ഇതൊരു ഓവനാണ്. ഇത് തനി ക്ലാസിക് ഓവൻ. നമ്മളിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പർ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട്. പുറത്ത് പിന്നെ നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തു. നമ്മൾ മാറ്റിസ് കേക്കിൻ്റെ മുകളിൽ വയ്ക്കാൻ ബട്ടറാണ്. അത് നമ്മൾ കുറച്ച് തേച്ച് കൊടുത്തു കേട്ടോ. ആവിയാണ് തേച്ച് കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും ഇനി നമ്മുടെ ഓവനിൽ വെക്കും. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വേണ്ട ഇതിൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ പിന്നെ ഒരു സന്തോഷാർത്ഥം ഉണ്ട്. ഇനി എന്താ സാധനം ബീറ്റ് ചെയ്യേണ്ട? വേറൊരു സാധനം ബീറ്റ് ചെയ്യണം. ബട്ടർ ബീറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്തായാലും ഈ ഒരു ചോക്ലേറ്റിന്റെ ഈ ഒരു ബാറ്റർ ഇതിൽ ഒഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുന്നതും പിന്നെ ഇത് ഒഴിക്കുന്നത്. അതാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ്. പിന്നെ ബീറ്റ് ചെയ്യുന്നത് ഇനി തൊട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഈ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണും കേട്ടോ. എനിക്കിത് ഇങ്ങനെ ഒഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കാം. ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. ഉണ്ടോ? നമുക്ക് വീഡിയോസ് ഒന്നും ഇടത്തില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ആയിരുന്നു അത് ഇട്ടിരുന്നത് കേട്ടോ, യൂട്യൂബിൽ. അപ്പൊ ഈ അമ്മ ഇതിനെ നല്ല വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇനി എന്നെ പറ്റിയിട്ട് കാണും. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബബിൾസ് ഉണ്ട്. ബബിൾസ് ഉണ്ട്. ബബിൾസ് പോവാനാണ് ടാപ്പ് ചെയ്യുന്നത്. അമ്മ ഇത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓവനിലേക്ക് ഇനി ഇത് വെച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഇതിൽ കൂടി സ്റ്റീം എസ്കേപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് എടുത്ത് നോക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണിത്. ആദ്യം നമുക്ക് നോക്കാമേ. പൊങ്ങി കാഴ്ച കുന്ന് പോലെ വന്നു. ഞാൻ കാണിച്ചു ഫ്രണ്ട്സ്. വേണ്ട ഇതിൽ ക്യാമറയിൽ എത്ര പൊക്കയില്ലായിരിക്കും. നല്ല പൊക്ക ഉണ്ട് കേട്ടോ ഇനി. അപ്പോഴത്തേക്കിനും നമ്മുടെ മറ്റേതൊക്കെ ബീറ്റ് ചെയ്ത പോലെ ഇതും ബട്ടർ ബീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പഞ്ചസാര, നമ്മൾ ഈ പഞ്ചസാര വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓവർ മെൽറ്റ് ആവണ്ട നമുക്ക്. ഓക്കെ, നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ കാണാം. അമ്മ ബട്ടർ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അമ്മ ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മള് ബീറ്ററും റെഡിയാക്കി. ഒരു പീസ് മതിയോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇനി നേരം ബീറ്റ് ചെയ്യുമ്പോൾ കാണാം. ഫ്രണ്ട്സ് അമ്മ ബീറ്റ് ചെയ്തിട്ട് എനിക്ക് തരാൻ പറഞ്ഞു കേട്ടോ. ഇത് അമ്മ തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ടറിനൊരു സ്വഭാവം ഉണ്ട്. അപ്പൊ അതിന് സാരി ഇട്ട് കൊടുക്കാം. അമ്മ പരിവായിട്ട് എനിക്ക് തരാൻ പറഞ്ഞു.
എനിക്ക് തന്നപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമാവും ഇതിന് നന്നായിട്ടൊരു വൈറ്റ് കളറാവും. നമ്മൾ ഓരോ ഡീറ്റെയിൽ അപ്പോൾ ഇനി നമ്മൾ ഇത് ഇതിന്ന് നമ്മൾ ഇതിൻ്റെ അടിയിൽ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇനി നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അമ്മയാണ് കട്ട് ചെയ്യുന്നത്. ലൈറ്റ് വെട്ടമില്ലടാ. 2 ലെയറാണോ അതോ 3? രണ്ടാവാനേ ഉള്ളൂ. അപ്പൊ ഇത് 2 ആവാനേ ഉള്ളൂ എന്ന് വാവ പറഞ്ഞു. ഇവിടെ നിന്ന് കട്ട് ചെയ്തില്ലേ? ഏറ്റവും മുകളിൽ നിന്ന് കട്ട് ചെയ്തില്ലേ? ചൂട് ശരിക്ക് പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ മുകളിലത്തെ ലെയർ മാറ്റി. അപ്പൊ ഞാനാണ് ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോപ്പറായിട്ടൊന്നും ആയിട്ടില്ല. ഇത്തിരി കൂടി ബട്ടർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇത് മാത്യൂസ് കേക്ക് ആയിട്ടൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. അടിപൊളിയില്ല, ബട്ടറിൻ്റെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ അടിപൊളി കേട്ടോ. സത്യം ഞാൻ കള്ളം നല്ല സത്യമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഇനി നമുക്ക് പക്ഷേ പഞ്ചസാര ഒരു ഇതുണ്ട്, തരിയുണ്ട്. അതാണ് അമ്മ ഒന്നുകൂടി ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കഴിക്കാം. വെറുതെ ഒരാവശ്യമില്ല, ഞങ്ങൾ കഴിച്ചോണ്ടിരുന്ന ഒരാവശ്യമില്ലാത്ത പീസ് കേൾക്കണതാണ്. അമ്മയുടെ ബുദ്ധിയാണ് അത് മോളിൽ പൊടിച്ചിടാന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അലങ്കാരപ്പണിയിലൊക്കെ തുടങ്ങി നോക്കാം. അപ്പോൾ കാണാം ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇത് വരുന്നുണ്ട് കേട്ടോ. ചൂടായതുകൊണ്ടാണോ മെൽറ്റ് ആവുന്നതായിരിക്കും. ഇത് നമ്മളുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ കേക്കിന് വാങ്ങിച്ച ഒരു സാധനമാണ്. മെൽറ്റ് ആവുന്നല്ലേ, ചൂടായോണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ്, എന്റെ കോലം വളരെ മോശമാണ്. ഇത് എടുത്തപ്പോ കോലിന്റെ കോലം എന്തായിരുന്നു? ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ആഡേ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ കറക്കുന്ന സ്ഥലം. ഇനി നമ്മൾ ഇതിൽ അടുത്ത ലെയർ വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വലിയ ചൂടില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെയർ. നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ മാത്യൂസ് കേക്ക് റെഡി ആയിട്ടില്ല. എന്റെ തമാശ കൊള്ളാത്തില്ലല്ലേ? ചെറുതായിട്ട് മനസ്സിലായില്ല. ഇക്കൾ വിട്ടിച്ചിരി. നമ്മുടെ കയ്യിൽ ഇത് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഈ സ്പ്രെഡ് ചെയ്യുന്ന. എനിക്ക് എല്ലാം എവിടെയാണെന്ന് അറിയത്തില്ല. കുറേ നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട്. മറ്റൊരു ഇത് തന്നെ പല പല സ്ഥലത്ത് ഫ്രണ്ട്സ് ഒന്നിട്ട് പറഞ്ഞാലേ അമ്മാസ് ഡെക്കറേഷൻ ഫോർ മാത്യൂസ് കേക്ക്. ഇവിടെ തരും ഓർഡർ കണ്ടിട്ടില്ല. ഇങ്ങനൊന്നും നമ്മുടെ മാത്യൂസ് കേക്ക് ട്രിവാൻഡ്രത്തൊന്നും ഇല്ല. നമ്മൾ ഒരു സന്തോഷത്തിന് ചെയ്തതാണ്. ഡിസൈനൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് ബോർ. മതിയാകുമ്പോൾ രണ്ടാളും പറഞ്ഞു നോക്കി നിൽക്കുന്നതിന് കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ ഇതിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ആയിട്ടാണ് ഇതുണ്ടാക്കിയത്. പക്ഷെ നമ്മളിത് ന്യൂ ഇയർ സ്പെഷ്യൽ കേക്ക് ആയിപ്പോയി. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ എന്തായാലും ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ടിയുണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു മാത്യൂസ്. ആദ്യം മിമ്മുനെ തന്നെ പരീക്ഷിച്ചോ. രണ്ടും കൂടെ കടി എങ്ങനെയുണ്ടെന്ന് പറ. സത്യസന്ധമായിട്ട് പറയാം. ഇത് മാത്രമേ വന്നുള്ളൂ. ക്രീം വന്നില്ലേ? എങ്ങനെ പറയുമ്പോ ആരെ മൊത്തം കേക്ക്. ഇതിന്റെ കണ്ണൊന്നും അറിയണ്ട. ആനന്ദാശ്രു. എന്തിനാ പറയുന്നത്? എന്തിനാ? ടേസ്റ്റ് കാരണം കണ്ണീരൊക്കെ വെള്ളം വരുന്നു. എങ്ങനെയുണ്ടെന്ന് പറ, അത് കേൾക്കാനാ ഇരിക്കുന്നത്.
വെള്ളം കുടിക്കണം. എല്ലാം വേണം. ഈ സാധനത്തിന് ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇല്ലെന്ന് തോന്നുന്നു. ബട്ടറിന്റെ ടേസ്റ്റ് അറിയുന്നില്ല. അതെ കുറേ കഴിച്ചില്ല നേരത്തെ ബട്ടറും ആ കേക്കും കൂടെ അല്ലാതെ, അതുകൊണ്ടാണ്. കൊള്ളാമോ? ഭാവിക്ക് കൊടുക്കും. വാവ പറ. അടിപൊളി, മതി. നല്ല സോഫ്റ്റ് മനസ്സിലായി. കേക്കാണ്. നല്ല കൊള്ളാം. ഇനി അങ്ങേക്കോ അമ്മയ്ക്കൊക്കെ കൊടുക്കാം. അത് ഫ്രണ്ട്സ് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ബട്ടർ ഇച്ചിരി കുറഞ്ഞു കിട്ടായിരുന്നു. നമ്മൾ നാളെ എന്തെങ്കിലുമൊക്കെ ചേർക്കും. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് ഞാനും ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടമല്ല ചോക്ലേറ്റ്, എന്നിട്ടും അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഷെയർ മാക്സിമം ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മൈ ബൈ.